മലപ്പുറത്ത് ഒരു വയസ്സുകാരന്റെ മരണത്തിന് പിന്നാലെ അശാസ്ത്രീയ ചികിത്സകൾക്ക് തടയിടാൻ ആരോഗ്യ വകുപ്പ്. അംഗീകാരമില്ലാത്ത അക്യുപങ്ക്ചർ, ഹിജാമ, റേക്കി എന്നിവ നിരോധിക്കും. നടപടി വേഗത്തിലാക്കാൻ നിർദ്ദേശം. ആരോഗ്യരംഗത്തെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. പ്രതിപക്ഷവും ഡോക്ടർമാരുടെ സംഘടനയും സമരത്തിൽ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന് VD സതീശൻ. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഫലം കണ്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഹൈദരാബാദിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിച്ചു. രവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയായി ചുമതലയേറ്റു. ആദ്യ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന പരാതിക്കെട്ടുമായി മുൻ പോലീസുകാരൻ. രവാഡയ്ക്ക് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധമില്ലെന്ന് KK രാഗേഷ്. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. 7 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ VS. നിലവിലെ ചികിത്സയും വെന്റിലേറ്റർ സഹായവും തുടരും. തെലങ്കാനയിൽ മരുന്ന് നിർമ്മാണ കമ്പനിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരണം 42ആയി. പൊട്ടിത്തെറിയിൽ തൊഴിലാളികൾ 100 മീറ്റർ അകലേക്ക് തെറിച്ചു വീണു. പ്ലാന്റിൽ ഉണ്ടായിരുന്നത് 90 തൊഴിലാളികൾ. വീടിനുള്ളിലെ കളിപ്പാട്ടത്തിനടിയിൽ രാജവെമ്പാല. കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിലെ ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടി. ഏറ്റുമുട്ടൽ തുടർന്ന് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും. ട്രംപിന്റേത് അടിമത്ത ബില്ലെന്നും പാസാക്കിയാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ട്രംപ്. മസ്കിനോട് കടപൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിക്കൊള്ളാൻ ട്രംപിന്റെ പരിഹാസ മറുപടി.